തീവ്രവാദികൾക്ക് പങ്കില്ല, മതഗ്രന്ഥങ്ങളുടെ സ്വാധീനവുമില്ല. ഇതൊരു ആചാര കൊലപാതകം. ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. നിരത്തിവച്ചിരിക്കുന്ന ഈ മൺകുടങ്ങൾ കണ്ടിട്ട് വേനൽക്കാലത്ത് കുടിക്കാൻ തണുത്ത വെള്ളം കരുതിവച്ചിരിക്കുകയാണെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് കാലൻ മലയാളികൾക്കായി സ്പെഷ്യലായി അയച്ച എക്സ്പ്രസ് ടിക്കറ്റുകളാണ്. നമ്മുടെ നാട്ടിലെ വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക കലയാണ്. ഭക്തിയും ആവേശവും കൂടി മുറ്റി നിൽക്കുമ്പോൾ ലക്ഷങ്ങൾ വിലയുള്ള വെടിമരുന്ന് വെറും 10 മിനിറ്റ് കൊണ്ട് പുകയാക്കി മാറ്റുന്ന ആ ഒരു ധനതത്വശാസ്ത്രം, അത് ലോകത്ത് വേറെ ഒരിടത്തും കാണില്ല. വെടിക്കെട്ട് എന്നാൽ എന്താണ്? അയൽവാസിക്ക് ഉറക്കം കൊടുക്കാതിരിക്കാനും അടുത്ത വീട്ടിലെ ഗർഭിണികൾക്കും ഹൃദ്രോഗികൾക്കും മിടിപ്പ് കൂട്ടാനും മൃഗങ്ങളെ പേടിപ്പിച്ച് ഭ്രാന്ത് പിടിപ്പിക്കാനും ഉള്ള ഒരു സുവർണ അവസരം. ലക്ഷങ്ങൾ കൊടുത്ത് മരുന്ന് വാങ്ങി ആകാശത്തേക്ക് പൊട്ടിച്ച് വിട്ടിട്ട് ആഹാ എന്ത് ചന്തം എന്ന് പറയുന്നതിലും വലിയൊരു ഹാസ്യം വേറെയില്ല. വെടിക്കെട്ട് അപകടങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ നമ്മൾ പറയും അതൊക്കെ വിധിയെന്ന്. പക്ഷേ ആ വിധി നമ്മൾ തന്നെ കാശ് കൊടുത്ത് വാങ്ങുന്നതാണെന്ന് മാത്രം പലരും സമ്മതിക്കില്ല. പുറ്റിങ്ങൽ മുതൽ ഇന്ന് സംഭവിച്ച മുണ്ടത്തിക്കോട് വരെ ഓരോ വർഷവും വലിയ വലിയ ദുരന്തങ്ങൾ നടക്കുമ്പോൾ നമ്മൾ അല്പനേരം കണ്ണീരൊഴുക്കും. എന്നിട്ട് അടുത്ത ഉത്സവം വരുമ്പോൾ വീണ്ടും പഴയതിലും വലിയ വെറൈറ്റി ഡൈനാമിറ്റുകൾ നിരത്തിവെക്കും. അപകടം നടന്നാൽ കൈയും കാലും കൺമുന്നിൽ തന്നെ ചിന്നിച്ചിതറി കാണേണ്ടി വരുന്ന അവസ്ഥ തന്നെ ഭയാനകമാണ്. ആകാശം പുക കൊണ്ട് മൂടുമ്പോൾ കിളികൾ ചത്തുവീഴുമ്പോഴും നമ്മൾ ആ പുക ശ്വസിച്ച് ആസ്വദിക്കും. കാരണം നമുക്ക് ആഘോഷമല്ലേ മുഖ്യം. ഈ ചിത്രത്തിൽ കാണുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ വിവരക്കേടിന്റെയും അനാവശ്യ പ്രഹസനത്തിന്റെയും സ്മാരകങ്ങളാണ്. മതം ഏതായാലും ദൈവം ഒരിക്കലും താൻ വരുന്നത് അറിയിക്കാൻ അയൽക്കാരന്റെ ചെവി അടപ്പിച്ചു കൊണ്ടുള്ള ഒരു ശബ്ദകോലാഹലം ആവശ്യപ്പെട്ടിട്ടുണ്ടാവില്ല. പണം കത്തിച്ചു കളയുന്ന ഈ കരിമരുന്ന് കളി നിർത്തിയിട്ട് ആ കാശിന് 4 പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിയാൽ ഒരുപക്ഷെ യഥാർത്ഥ ദൈവാനുഗ്രഹം ഉണ്ടായേനെ. പക്ഷേ പറഞ്ഞിട്ടെന്ത് കാര്യം? അടുത്ത വെടിക്കെട്ടിന് ഏത് ഇനം വേണമെന്ന് ആലോചിക്കുന്ന തിരക്കിലാണല്ലോ നമ്മൾ. കൈയും കാലുമൊക്കെ പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുകയായിരുന്നുവെന്നാണ് പ്രദേശത്തെ ആളുകൾ പറയുന്നത്. മരുന്ന് നിറക്കുന്നതും വെടിക്കോപ്പുകൾ തയ്യാറാക്കുന്നതും എങ്ങനെയെന്ന് മനോരമ ന്യൂസ് പ്രതിനിധി പൂജ വിനോദിനോട് വിശദീകരിച്ചു കൊടുത്ത അതേ തൊഴിലാളികളാണ് മണിക്കൂറുകൾക്ക് ശേഷം ദുരന്തത്തിൽപ്പെട്ടത്. രാവിലെ കണ്ട ആ ഷെഡുകളും നിർമ്മാണ സാമഗ്രികളും ഇപ്പോൾ വെറും ചാരക്കൂമ്പാരമായി മാറി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ അതിവേഗത്തിൽ ജോലികൾ പൂർത്തിയാക്കുന്ന തിരക്കിലായിരുന്നു. അന്നന്നത്തെ അന്നത്തിനുള്ള തിരക്ക്, അന്നം തന്ന തൊഴിൽ ജീവനെടുക്കുമെന്ന് അവരറിഞ്ഞില്ല. സീസൺ അനുസരിച്ചുള്ള വർക്കായതിനാൽ എല്ലാവരും സന്തോഷത്തിലും ആവേശത്തിലുമായിരുന്നു. വിധിയെല്ലാം തട്ടിത്തെറിപ്പിച്ചു. കൊല്ലപ്പെട്ടവരിൽ 7 പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് നിലവിൽ തിരിച്ചറിയാൻ സാധിക്കുന്ന അവസ്ഥയിലുള്ളത്. പരിക്കേറ്റവരിൽ പലർക്കും 70% മുകളിൽ പൊള്ളലേറ്റിട്ടുണ്ട്. ശരീരഭാഗങ്ങൾ ദൂരേക്ക് ചിതറിത്തെറിച്ച നിലയിലായതിനാൽ മൃതദേഹങ്ങൾ ശേഖരിക്കാൻ ഏറെ പ്രയാസപ്പെട്ടു. മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ തീ അണയ്ക്കാൻ സാധിച്ചെങ്കിലും ഇപ്പോഴും പ്രദേശത്ത് കനത്ത പുകയും ഭീതിയും നിലനിൽക്കുന്നുണ്ട്. നിർമ്മാണം പൂർത്തിയാക്കി വെടിക്കെട്ടിനായി തയ്യാറാക്കി വച്ചിരുന്ന അമിട്ടുകളും കുഴിമിന്നലുകളും ഒന്നിനു പിറകെ ഒന്നായി പൊട്ടിത്തെറിച്ചതാണ് സ്ഫോടനത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. തൃശൂർ പൂരത്തിന് വർണ്ണവിസ്മയം തീർക്കേണ്ടവർ ഒടുവിൽ അഗ്നിഗോളത്തിന് ഇരയായത് നാടിനെയാകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്.